CJ റോയിയുടെ മരണം, ഈ മരണത്തെ തുടർന്ന് നോക്കുമ്പോൾ സാർ പല നന്മ മരങ്ങളും സാറ് ഓഫ് റെക്കോർഡ് പറഞ്ഞതാണ്. അത് നോക്കുമ്പോൾ ശരിയാണ്. എല്ലാവരും ആ വിദേശ രാജ്യങ്ങളിലെ എല്ലാ ബിസിനസ്സും വിട്ട് കേരളത്തോട് ഭയങ്കര സ്നേഹം. അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമായ കാരണം ഉണ്ടാകില്ലേ സാർ? കാര്യമായിട്ട് ഒരു കാരണമുണ്ട് എന്നാണ് ഈ CJ റോയിയുടെ മരണം തുടർന്ന് നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. ഇപ്പോൾ CJ റോയി മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു പാവപ്പെട്ട ബിസിനസ്സുകാരൻ ഇവിടെ വന്നിട്ട് ഇൻകം ടാക്സുകാർ അദ്ദേഹത്തെ റെയ്ഡ് ചെയ്ത് കൊന്നു എന്നാണ്. ഒരു പടി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മോദി കൊല്ലിച്ചു എന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ക്രമേണ മാറി. മാത്രവുമല്ല, ഒരുപാട് പേര് ഇപ്പോൾ UAEയിൽ നിന്നുള്ള ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് കേരളത്തിൽ വരാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യൂസഫ് അലി ഇന്ത്യയിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്കെല്ലാം ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ഇന്ത്യ സ്നേഹം വളരെ പെട്ടെന്ന് വന്നത് എന്നൊരു കാര്യം അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയില്ല, എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം. മനുഷ്യരുടെയൊക്കെ നന്മ കൊണ്ട് സംഭവിച്ചതായിരിക്കും എന്നാണ് കരുതുക. പക്ഷേ റോയിയുടെ മരണം വന്നപ്പോഴാണ് വളരെ സുപ്രധാനമായൊരു കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്ക് ബോധ്യമാകുന്നത്. 2018 അവർ ഈ പണം വെളുപ്പിക്കലും കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചുള്ള നിരീക്ഷണത്തിനൊരു നിയമം ഉണ്ടാക്കിയത്. നിരീക്ഷിച്ചു തുടങ്ങിയാൽ എങ്ങനെയാണ് വരുന്നത് പോകുന്നത്. അതിന് മുൻപ് എന്താണെന്ന് വെച്ചാൽ UAEയിൽ നിങ്ങൾ എത്ര പണം ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ എവിടെ നിന്ന് ഈ പണം കിട്ടിയെന്ന് അവരാരും ചോദിക്കില്ല, സോഴ്സ് ചോദിക്കില്ല. അപ്പോൾ സോഴ്സ് ചോദിക്കാതെ നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന നിലക്കായിരുന്നു അതിനാളുകൾ കണ്ടിരുന്നത്, UAE-നെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കൈക്കൂലി ട്രാൻസാക്ഷൻസ് മിക്കവാറും UAEയിലാണ് നടന്നിട്ടുള്ളത്. വളരെ എന്താ പറയണ, ഒട്ടും ഈ ശക്തിയില്ലാത്ത അല്ലെങ്കിൽ ചില ദുർബലരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരും ബാക്കിയുള്ളവരൊക്കെയാണ് ഈ ലക്ഷങ്ങളുടെ നിലവാരത്തിൽ ഇവിടെ കൈക്കൂലി വാങ്ങിക്കുക. പ്രധാനപ്പെട്ട കൈക്കൂലികൾ മുഴുവൻ ട്രാൻസാക്ട് ചെയ്യുന്ന ഇപ്പോൾ വിദേശങ്ങളിലാണ്. അതിൽ സുപ്രധാനമായൊരു സ്ഥലം ആയിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇവർ ദുബായിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. എല്ലാം മിക്കവാറും രാഷ്ട്രീയ നേതാക്കളെല്ലാം അവരുടെ ഡ്രസ്സ് യൂണിഫോം മാറ്റി വെച്ചിട്ട് പാൻറ്റും ഷർട്ടും കോട്ടും ഒക്കെ ഇട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അന്നത് വളരെ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം വളരെ കർശനമാക്കി. അങ്ങനെ പൊടുന്നനെ അവരത് കർശനമാക്കാൻ എന്താ സർക്കാർ? അത് കാരണം 2018 അവർ നിയമം കൊണ്ടുവന്നിട്ടും ആ നിയമം അനുസരിച്ച് അവർ ഉദ്ദേശിച്ച രീതിയിൽ ഇതിനെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ നിങ്ങൾക്കിത് അറിയാമായിരുന്നോ എന്ന ചോദ്യത്തിന് അതെനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് കിട്ടുന്നൊരു വകുപ്പുണ്ടായിരുന്നു. അയ്യോ അത് എങ്ങനെയാണ് അത്, പിന്നെ അത് മാത്രവുമല്ല നിങ്ങളെ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്ക് അവിടെ നിന്ന് കിട്ടിയാണ് ഇവിടെ നിന്ന് കിട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ സൗകര്യം ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള പണം വെളുപ്പിക്കലും കടത്തും എവിടെ നിന്ന് വന്നു, ഇവിടെ വന്നിട്ട് അത് തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്നൊരവസ്ഥ വന്നു. 1. 2, നാർക്കോട്ടിക് ബിസിനസ്സിൻ്റെ പണവും ഇങ്ങനെ ചാനലൈസ് ചെയ്യപ്പെടാൻ തുടങ്ങി. അത് വന്നപ്പോഴാണ് അവർ നിയമം കർശനമാക്കിയത്. ആ നിയമം കർശനമാക്കിയത് ഈ കഴിഞ്ഞ ഒക്ടോബർ 2025 ഒക്ടോബറിൽ അവർ കർശനമാക്കിയിട്ട് ആൻറ്റി മണി ലോണ്ടറിങ് ലോ എന്ന് പറയുന്ന സംവിധാനം പെർഫെക്റ്റാക്കി അവതരിപ്പിച്ചു. അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ മണി ലോണ്ടറിങ് നടത്തി എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഇൻഫോം ചെയ്യാനൊക്കെ ഉള്ള വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇൻഫോം ചെയ്യാം. അതിനൊരു ഏജൻസി അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഏജൻസിയിലേക്ക് ഇപ്പോൾ ആരുടെയെങ്കിലും പേരിൽ ഇത്ര രൂപയുണ്ട് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉടനെ അത് അന്വേഷിക്കും.
അങ്ങനെ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ഈ നിയമം അനുസരിച്ചിട്ട് ഇവിടുത്തെ രീതിയിൽ വേറെ ഒന്നും ചെയ്യണ്ട, അവർക്ക് ഈ നോട്ടീസ് കൊടുക്കാതെ അവരുടെ അക്കൗണ്ട് 10 ദിവസത്തേക്ക് ഫ്രീസ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒന്ന് അനങ്ങാൻ പോലുള്ള ഇല്ല, അനങ്ങാനുള്ള സമയം കിട്ടില്ല. 10 ദിവസത്തേക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക. ഇവർക്ക് നോട്ടീസ് കൊടുക്കണ്ട. 30 ദിവസത്തേക്ക് അവരുടെ മുഴുവൻ വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്യുക. അതിന് നോട്ടീസ് കൊടുക്കണ്ട. അതിനുശേഷം അന്വേഷണം ആരംഭിച്ചാൽ മതി. അപ്പോൾ ഇപ്പം നിയമത്തിൻ്റെ ഒരു സംഭവം പിടികിട്ടിയല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല. നിന്ന നിപ്പിൽ പൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിലേക്ക് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ ബാൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ പോയിട്ട് അന്വേഷിക്കുക. ഇയാളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഫർദർ എൻക്വയറി അയാളുടെ ഇവിടെ വന്ന് നടത്താൻ പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ് പോയേക്കണം. അപ്പോൾ ഇത് കിട്ടുമ്പോഴേക്കും ഇയാൾ ഓടിച്ചെല്ലുമ്പോഴാണ് ഇതുണ്ടെന്ന് പറയുന്നത്. ഇതിന് മുൻപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ എല്ലാം അവിടെ ബിസിനസ് നടത്താൻ ചെല്ലുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. എനിക്ക് ഞാൻ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കൈയഴുകൽ ഇനി പറ്റില്ല എന്ന് മാത്രവുമല്ല, ഈ നിയമം അനുസരിച്ചിട്ട് മുതലാളി മാത്രമല്ല, മുതലാളിയുടെ മാനേജർമാരും ഈക്വലി റെസ്പോൺസിബിളാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സി.ജെ. റോയുടെ കാര്യം എടുക്കണം, മാനേജേഴ്സിൻ്റെ കാര്യം ഇത്തിരി പ്രയാസമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല. സത്യത്തിൽ സാർ അങ്ങനെ ഇപ്പം സാറ് പറഞ്ഞത്രയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ UAE നിയമം കർശനമാക്കി എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെ കർശനമാക്കി, ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ആരും പറഞ്ഞിരുന്നില്ല. ഇനി പറയാം. ഇത് 15 വർഷം വരെയാണ് ജയിൽ ശിക്ഷ ഈ പെടുന്നവർക്ക്. അവരുടെ കുടുംബം അവിടെ ഉണ്ടെന്ന് വെക്കുക. ഈ 15 വർഷത്തേക്ക് ആ കുടുംബത്തിന് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. ഈ ജയിലിൽ കിടക്കുന്നവൻ്റെ ഗ്യാരണ്ടി ആയിട്ട് അവിടെ നിൽക്കേണ്ടി വരും. അവിടെ വിട്ടു പോരാൻ പറ്റില്ല. സത്യത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് സി.ജെ. പോകുമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അല്ല, ഇനി അവിടം കൊണ്ടും തീരുന്നില്ല. ഇത്രയും കാലം 500 ലക്ഷം രൂപയായിരുന്നു. 500 ലക്ഷം രൂപയല്ല, അവിടുത്തെ ദിർഹം ഇരിക്കണം. ദിർഹമോ ദിനാറോ എന്തോ ആണ്, അതായിരുന്നു പിഴ. അതിപ്പോൾ ഇന്ന് കൂട്ടിയിട്ട് 1000 ലക്ഷമാക്കിയിട്ടുണ്ട്. 1000 ലക്ഷം ദിർഹമോ ദിനാറോ എന്താണെന്ന് വെച്ചാൽ അത് പിഴ അടക്കേണ്ടി വരും. ഇനി അവിടം കൊണ്ട് തീർന്നില്ല. ഇത് മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ റിസർവ് ബാങ്ക് പോലെ അവരുടെ ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഓഫ് UAE. അവരാണിത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിത് ബോധ്യപ്പെടുകയും വേണം. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വസ്തുനിഷ്ഠ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫാക്ടറി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങിയിരിക്കുന്നു. അതിൽ നിങ്ങൾ അവിടുത്തെ കണക്ക് പ്രകാരം ഒരു 50,000 അല്ലെങ്കിൽ 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 ലക്ഷം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ ഉറവിടം നിങ്ങൾ വെളിവാക്കി കൊടുക്കേണ്ടി വരും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇത്രയും കാലം ഈ ഉറവിടം വെളിവാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതെ, UAE ഇപ്പോൾ പറയുന്നത് അത് എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് സി.ജെ. റോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വരുന്നത് UAE ഈ ആൻറ്റി മണി ലോണ്ടറിങ് ലോ അത് കർശനമാക്കിയപ്പോൾ അവിടെ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മണി അത് എത്രത്തോളം അതിൻ്റെ രേഖകൾ ഹാജരാക്കണമെന്നോ മറ്റോ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ശരിയാണ്. ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് വേറെ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇതിന് ഒരു ഇതുണ്ട്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട് ഇതിനകത്ത്. അവർക്കൊരു പരാതി അയച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സി.ജെ. റോയ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയുണ്ട്, അയാൾക്ക് ഇങ്ങനെയുണ്ട്, അയാൾക്ക് ഇങ്ങനെയുണ്ട്, അയാൾക്ക് ഇത്ര ലക്ഷം ഇതുണ്ട്, അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് മണി ലോണ്ടറിങ് ആണ് എന്ന് പറഞ്ഞ് പരാതി അയച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. അത് കഴിഞ്ഞാൽ വസ്തുവകകൾ കോൺഫിസ്കേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണ കാലാവധിക്കുള്ളിൽ ഇത് നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് എവിഡൻസ് കാണിക്കാം. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇന്ന വിധത്തിൽ കൊണ്ടുവന്നതാണ് ആ പൈസ എനിക്ക് ഇതുണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ രേഖ ഉണ്ടായിരിക്കണം. കള്ളക്കടത്തായിട്ട് കൊണ്ടുവരുന്നതാകാൻ പാടില്ല. അതല്ലെങ്കിൽ
അവിടെയുള്ളവരുടെ അടുത്ത് ഞാൻ കടം വാങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് സാക്ഷ്യം പറയണം. അപ്പോൾ അവർ കുടുങ്ങും. കാരണം 5 ലക്ഷം 10 ലക്ഷമൊക്കെ കൊടുക്കാൻ പറ്റുന്ന വലിയ ധനാഢ്യരുണ്ടെങ്കിൽ അവർ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. അതായത് UAE ചരിത്രത്തിൽ ഇതൊരു വലിയ മാറ്റമാണ്. ഇത്രയും കാലം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പണം വരുന്ന സോഴ്സും പണം പോകുന്ന സോഴ്സും അവിടെ ആരും അന്വേഷിച്ചിരുന്നില്ല. ഇപ്പം അത് അന്വേഷിച്ചു തുടങ്ങി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കാരണം ഈ ചാനലിലൂടെ തീവ്രവാദ സംഘടനകൾക്ക് പണം എത്തിക്കുന്നു എന്ന് മാത്രമല്ല, നാർക്കോട്ടിക് ഇടപാടുകളുടെ പണവും ഇതുവഴി പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത് വന്നത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. റോയി തീർച്ചയായിട്ടും ഇത് തന്നെയാകും കാരണം, അല്ലാതെ വേറെ ഒരു കാര്യവും നോക്കിയിട്ട് കാണുന്നില്ല. മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട് സാർ പറയുമ്പോൾ. കാരണം സാർ ആദ്യം പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് പലരും UAE വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇത്ര താല്പര്യം കാണിച്ചു വരുന്നത്? കാരണം ഇത്രയും നാൾ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു. ഇത്രയും നാളും അവിടെ നിന്ന് ഇങ്ങോട്ട് കാശ് വരുന്നതിനും പ്രശ്നമില്ല. മറ്റെന്താണ് ഈ ഒരു എന്താണ് ഷേട്ടല്ലല്ലോ, എന്താണല്ല പേര്, ഒരു ഷെട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല, മണി എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെല്ലുക, ഇങ്ങോട്ട് കാശ് അയക്കുക. അവർ എങ്ങോട്ട് അയക്കുന്നു പൈസ എന്ന് അവിടെ ആരും അന്വേഷിക്കില്ല. നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിൽ ഇങ്ങോട്ട് അയക്കാം, എത്ര രൂപ വേണമെങ്കിലും അങ്ങോട്ട് അയക്കാം. ഇങ്ങോട്ട് അയക്കുന്നതിനും അങ്ങോട്ട് അയക്കുന്നതിനും ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഈ മണി എക്സ്ചേഞ്ചൊക്കെ വളർന്ന് വികസിച്ച് വന്നത്. പക്ഷെ അതിനിടക്കാണ് ഇപ്പോൾ ഈ നിയമം ഈ ഒക്ടോബറിൽ വന്നിരിക്കുന്നത്. ഒക്ടോബറിൽ ഈ നിയമം കർശനമായതോടു കൂടിയാണ്, അതിന് നിയമം കർശനമാകാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടിയവരും ഉണ്ടാകും. അവരുമൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഇനി അഥവാ ഇത്രയ്ക്ക് കർശനമായിരിക്കും എന്നുള്ള കാര്യം അവിടെ ആയതുകൊണ്ട് ഇത് പുറത്ത് വന്നിട്ടേ അറിയുള്ളൂ. നമ്മുടെ ഇവിടെ ഈ ജനാധിപത്യ സംവിധാനത്തിലാണല്ലോ ഇത് ആദ്യം കൊടുക്കണം, പിന്നെ ജനങ്ങൾക്ക് എന്ത് പറയാം. അവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, രാജാവല്ലേ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് നന്മമരങ്ങൾ ഭാരതത്തോടും കേരളത്തോടും ഒക്കെ സ്നേഹപൂർവ്വം ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം വരും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.